നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയ്ക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഗുരുതര ആരോപണവുമായി ഇഡി. ഇരുവർക്കും ബന്ധമുള്ള അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വ്യാജ സാമ്പത്തിക ഇടപാടുകൾ നടത്തി. നടക്കാത്ത ഇടപാടുകൾ അക്കൗണ്ടിൽ കാണിക്കുക മാത്രമാണ് ചെയ്തത് എന്നും ഇഡിയുടെ കണ്ടെത്തലുണ്ട്. ഇടപാടുകളുടെ മറവിൽ സാമ്പത്തിക കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നും ഇഡി വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ശ്രീകാന്താണ് ഉള്ളത്. ശ്രീകാന്ത്, രാഹുലിനും സോണിയയ്ക്കും കുരുക്ക് മുറുകുകയാണ് ഇഡി. ഇപ്പോഴത്തെ ഘട്ടത്തിൽ നമുക്ക് പറയാവുന്നത് അവർക്കെതിരെ കുറച്ചധികം തെളിവ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ്.വി. രാജു ഇപ്പോൾ കോടതി മുമ്പാകെ ഹാജരാക്കി എന്നുള്ളതാണ്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഗുരുതര ആരോപണവുമായാണ് ഇഡി രംഗത്ത് വന്നിട്ടുള്ളത്. ഇരുവർക്കും ബന്ധമുള്ള അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വ്യാജ സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നുള്ളതാണ്. ഈ വ്യാജ സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തതയ്ക്ക് പറയാം, നടക്കാത്ത ഇടപാടുകൾ അക്കൗണ്ടിൽ കാണിക്കുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. ഇടപാടുകളുടെ മറവിൽ സാമ്പത്തിക കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നും ഇഡി പറയുന്നു. അതായത് സാമ്പത്തിക ഇടപാട് നടന്നിട്ടില്ല, പക്ഷേ അത് അക്കൗണ്ടിൽ അത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് കള്ളപ്പണം കൈമാറ്റം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവിടെ നടന്നത് എന്ന് ഇഡി പറയുന്നു. അഡ്വാൻസ് വാടക ഇനത്തിലും അഡ്വർടൈസ്മെന്റ് ഇനത്തിലും വൻ തുക അസോസിയേറ്റഡ് ജേർണലിലേക്ക് എത്തി എന്നും ചൂണ്ടിക്കാണിക്കുന്നു ഇഡി. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നിർദ്ദേശിച്ച പ്രകാരമാണ് പല വ്യക്തികൾ ഈ പണം അവിടേക്ക് എത്തിച്ചത്. പണം കൈമാറാൻ തയ്യാറാക്കിയ രേഖകൾ മുഴുവൻ വ്യാജമാണ് എന്ന് ഇഡി പറയുന്നു. അതിൽ ഈ അഡ്വാൻസ് വാടക ഇനത്തിലുള്ളതുണ്ട്. ഈ അഡ്വർടൈസ്മെന്റ് എന്നൊക്കെ പറയുന്നത് വെറും കള്ളമാണ് എന്നാണ് ഇഡി പറയുന്നത്. അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് പോലും നടന്നിട്ടില്ല, പക്ഷേ അതിന്റെ രേഖയുണ്ട്, പണം പക്ഷേ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നും ഇഡി പറയുന്നു. കമ്പനി മുഴുവൻ നിയന്ത്രിക്കുകയും അതിന്റെ ആകെ ലാഭം 2015 വരെ നേടുകയും ചെയ്തത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മാത്രമാണെന്നും ഇഡി പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന് പറയും, ഈ കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണം, ആ പണം ഉപയോഗിച്ച മുഴുവൻ പേരും ഈ കേസിൽ പ്രതികളാകും എന്നുള്ളതാണ്. കുറെ അധികം നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ കോടതി വരാന്തയിലെത്തും എന്നുള്ള കാര്യം ഉറപ്പ്.